RSPയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ബേബി ജോൺ ഒന്നല്ല പലതവണയാണ് മന്ത്രിയായത്. പിതാവിന്റെ പാത പിന്തുടർന്ന് രാഷ്ട്രീയത്തിലിറങ്ങിയ മകൻ ഷിബു ബേബി ജോണും RSPയിൽ നിന്നും കേരളത്തിന്റെ മന്ത്രിയായി. ഒടുവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായും RSP KSAP ആയിരുന്ന കാലത്ത് ആ പ്രസ്ഥാനത്തിന് രൂപം നൽകിയവരിൽ പ്രധാനിയായിരുന്നു TK ദിവാകരൻ. സാക്ഷാൽ R ശങ്കറിനെ തന്നെ മലർത്തിയടിച്ച് തിരുക്കൊച്ചി നിയമസഭയിൽ അംഗമായും TK ചരിത്രം എഴുതിയിട്ടുണ്ട്. EMSന്റെയും അച്യുതമേനോന്റെയും സഭയിൽ മന്ത്രിയായ TKയുടെ അതേ വഴി തിരഞ്ഞെടുത്ത് മകൻ ബാബു ദിവാകരനും പലതവണ നിയമസഭാ അംഗമായി, ഒരു തവണ മന്ത്രിയും. അതിനാൽ മക്കൾ രാഷ്ട്രീയം RSPക്ക് ഒരു പുതിയ കാര്യമല്ല. മികച്ച പാർലമെന്റേറിയനും കൊല്ലം ലോക്സഭാംഗവുമായ NK പ്രേമചന്ദ്രന്റെ മകനും ഒടുവിൽ അച്ഛന്റെ വഴിയെ സഞ്ചരിക്കാൻ തുടങ്ങുന്നു എന്നതാണ് RSPയിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന പുതിയ വാർത്ത. പ്രേമചന്ദ്രന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾക്ക് ചുക്കാൻ പിടിച്ചതിൽ പ്രധാനി മകൻ കാർത്തിക് പ്രേമചന്ദ്രനായിരുന്നു. കാർത്തികിന്റെ രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങൾ പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് UDFിലെ പല നേതാക്കന്മാരെയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തിരുന്നു. മകനെ രാഷ്ട്രീയത്തിലിറക്കിയാൽ ശോഭിക്കുമെന്ന് പല നേതാക്കന്മാരും പ്രേമചന്ദ്രനോട് പറഞ്ഞിരുന്നെങ്കിലും മകന്റെ തീരുമാനത്തിന് വിടുകയായിരുന്നു പ്രേമചന്ദ്രൻ. RSPയിലെയും UDFിലെയും ചില പ്രമുഖ നേതാക്കന്മാരുടെ സ്നേഹപൂർവ്വമായ സമ്മർദ്ദത്തിന് ഇപ്പോൾ കാർത്തിക് വഴങ്ങുന്നു എന്നാണ് സൂചന. RSPക്കും പ്രേമചന്ദ്രനും ശക്തമായ സ്വാധീനമുള്ള കൊല്ലത്ത് തന്നെ കാർത്തിക് മത്സരിച്ചാൽ വിജയസാധ്യത കൂടുതലാണെന്നാണ് വിലയിരുത്തൽ. RSPയുടെ തട്ടകമായി ഇരവിപുരത്ത് മത്സരിപ്പിക്കാനാണ് നീക്കം. എന്നാൽ ഇരവിപുരത്തിന് വേണ്ടി മുസ്ലിം ലീഗും അവകാശവാദം ഉയർത്തുന്നുണ്ട്. ലീഗിന്റെ പ്രമുഖ നേതാവായിരുന്ന യൂനുസ് കുഞ്ഞിന്റെ മകനും ജില്ലാ പ്രസിഡന്റുമായ നൌഷാദ് യൂനുസാണ് ഇരവിപുരത്തിനായി കരുക്കൾ നീക്കുന്നത്. ഇരവിപുരം മുസ്ലിം ലീഗിന് വിട്ടു നൽകേണ്ടി വന്നാൽ തെക്കൻ കേരളത്തിൽ എവിടെയെങ്കിലുമാണ് മറ്റൊരു ലക്ഷ്യം. കോൺഗ്രസ് വിട്ടു നൽകിയാൽ അരുവിക്കര അല്ലെങ്കിൽ വാമനപുരം. ഇത്തരമൊരു ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നു. RSP ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നപ്പോൾ അരുവിക്കരയിൽ മത്സരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സീറ്റ് ലക്ഷ്യം വെക്കുന്നത്. കൊല്ലം ജില്ലയിലെ ചവറ, കുന്നത്തൂർ, ഇരവിപുരം സീറ്റുകളിലും കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ, തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ സീറ്റിലുമാണ് RSP മത്സരിച്ചത്. ഇതിൽ മട്ടന്നൂർ, ആറ്റിങ്ങൽ സീറ്റുകൾ വേണ്ടെന്ന് ഉഭയകക്ഷി ചർച്ചയിൽ RSP അറിയിക്കും. ജയസാധ്യതയില്ലാത്ത ഈ രണ്ട് സീറ്റുകൾക്ക് പകരം ജയസാധ്യതയുള്ള ഒരു സീറ്റെങ്കിലും മതിയെന്നാണ് ആവശ്യം. ചവറയിൽ ഷിബു ബേബി ജോൺ തന്നെയാകും ഇത്തവണയും സ്ഥാനാർത്ഥി. കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരിനൊപ്പം RYF ജില്ലാ സെക്രട്ടറി സുഭാഷ് എസ് കല്ലടയുടെ പേരും ഉയരുന്നുണ്ട്. ഷിബു ബേബി ജോണിന്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാൾ കൂടിയാണ് സുഭാഷ്. ഇരവിപുരത്ത് കോർപ്പറേഷന്റെ കൗൺസിലർ ഗോപകുമാറിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും പതിറ്റാണ്ടുകൾക്ക് ശേഷം ഭരണം പിടിച്ച കോർപ്പറേഷനിൽ ഒരു അഴിച്ചുപണിക്ക് ഇപ്പോൾ വഴിയൊഴുക്കേണ്ട എന്നാണ് തീരുമാനം. കാർത്തിക് പ്രേമചന്ദ്രനെ ഇരവിപുരത്ത് മത്സരിപ്പിച്ചാൽ ജയസാധ്യത കൂടുതലാണെന്ന് പാർട്ടി വിലയിരുത്തുന്നു. RSPക്ക് ഒരു പുതിയ മുഖം കാർത്തികിലൂടെ കൈവരുമെന്നും വിലയിരുത്തപ്പെടുന്നു. കൊല്ലത്തെ പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനാണ് കാർത്തിക് പ്രേമചന്ദ്രൻ.